രക്തത്തിൽ കുതിർന്ന യുദ്ധങ്ങൾ, അധികാരത്തിൻ്റെ അത്യാഗ്രഹം, വിഭജനത്തിൻ്റെ വേദന, ഭീകരതയുടെ നിഴൽ, ഇവയെല്ലാം ചേർന്നാണ് കാശ്മീർ എന്ന മനോഹരമായ മണ്ണിൻ്റെ കഥ. ഓരോ അധിനിവേശവും കാശ്മീരിൻ്റെ സംസ്കാരത്തിൽ പുതിയ നിറങ്ങൾ ചേർത്തു, ഒപ്പം രക്തവും വേദനയും. പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീർ തങ്ങളുടേതാകണമെന്ന് വാശി പിടിച്ചു. 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഗോത്രവർഗ്ഗക്കാർ ആയുധങ്ങളുമായി കാശ്മീരിലേക്ക് അതിക്രമിച്ചു കയറി. എന്നാൽ 1980-കളോടെ കാശ്മീർ താഴ്വരയിൽ പുതിയൊരു പ്രശ്നം ഉടലെടുത്തു: വിഘടനവാദവും ഭീകരതയും. വടക്കൻ ഹിമാലയത്തിൻ്റെ തണുത്ത മടിത്തട്ടിൽ മഞ്ഞു പെയ്യുന്ന മലനിരകളും പച്ചപ്പിൻ്റെ പരവതാനിയും തടാകങ്ങളുടെ നീലിമയും ചേർന്നൊരു സ്വർഗമുണ്ട്, നമ്മുടെ കാശ്മീർ. പക്ഷേ ഈ സ്വർഗത്തിൻ്റെ നെഞ്ചിൽ ചരിത്രത്തിൻ്റെ കനത്ത കാലടയാളങ്ങൾ ഒരുപാട് പതിഞ്ഞിട്ടുണ്ട്. രക്തത്തിൽ കുതിർന്ന യുദ്ധങ്ങൾ, അധികാരത്തിൻ്റെ അത്യാഗ്രഹം, വിഭജനത്തിൻ്റെ വേദന, ഭീകരതയുടെ നിഴൽ, ഇവയെല്ലാം ചേർന്നാണ് കാശ്മീർ എന്ന മനോഹരമായ മണ്ണിൻ്റെ കഥ. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഈ മണ്ണ് ഒരു കഥ പോലെ മനസ്സിനെ തൊട്ടുണർത്തുന്ന വേദനയും വീര്യവും പ്രത്യാശയും നിറഞ്ഞ ഒരു കാശ്മീരിൻ്റെ കഥ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാശ്മീർ ഒരു സ്വപ്നഭൂമിയായിരുന്നു. ചലം നദിയുടെ തീരത്ത് പീർ പഞ്ചാൽ മലനിരകളുടെ നിഴലിൽ കാശ്മീർ താഴ്വരയിൽ ജനങ്ങൾ സമാധാനത്തോടെ ജീവിച്ചിരുന്നു. വേദകാലത്ത് ഈ മണ്ണ് ആത്മീയതയുടെ കേന്ദ്രമായിരുന്നു. ഋഷിമാർ തപസ്സിനായി തിരഞ്ഞെടുത്തിരുന്നത് ഈ മലമടക്കുകളെയാണ്. ഹിന്ദു സംസ്കാരം ഇവിടെ വേരുറപ്പിച്ചു. ശൈവമതവും ബുദ്ധമതവും ഇവിടെ സഹവർത്തിത്വത്തോടെ വളർന്നു. കാശ്മീർ താഴ്വരയിലെ ശ്രീനഗർ അന്ന് ഒരു സാംസ്കാരിക വിജ്ഞാന കേന്ദ്രമായിരുന്നു. പതഞ്ജലി യോഗസൂത്രങ്ങൾ എഴുതിയത് ഇവിടെ വെച്ചാണ്. പഞ്ചതന്ത്രത്തിൻ്റെ ഉത്ഭവവും കാശ്മീർ താഴ്വരയിലാണ്. പക്ഷേ ഈ സമാധാന ഭൂമിയുടെ ശാന്തത ദീർഘകാലം നിലനിന്നില്ല. നൂറ്റാണ്ടുകൾ കടന്നു പോകവേ കാശ്മീർ അധിനിവേശങ്ങളുടെ ഇരയായി. പേർഷ്യൻ, ഗ്രീക്ക്, ശക, കുഷാൻ, ഹൂണൻ, അഫ്ഗാൻ, തുർക്കി, മുഗൾ, അങ്ങനെ ഒട്ടേറെ ജനവിഭാഗങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു. ഓരോ അധിനിവേശവും കാശ്മീരിൻ്റെ സംസ്കാരത്തിൽ പുതിയ നിറങ്ങൾ ചേർത്തു, ഒപ്പം രക്തവും വേദനയും. 14-ാം നൂറ്റാണ്ടോടെ ഇസ്ലാം കാശ്മീരിൽ പ്രബലമായി. ലോഹ്ര രാജവംശത്തിൻ്റെ ദുർബലമായ ഭരണം ഇസ്ലാമിക ഭരണാധികാരികൾക്ക് വഴിയൊരുക്കി. ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ന്യൂനപക്ഷമായി. എന്നാൽ അക്ബറിൻ്റെ ഭരണകാലത്ത് കാശ്മീർ വീണ്ടും ഒരു സാംസ്കാരിക ഉണർവിൻ്റെ നാളുകൾ കണ്ടു. അക്ബർ കാശ്മീരി ബ്രാഹ്മണർക്ക് പണ്ഡിറ്റ് എന്ന പേര് നൽകി. അവരുടെ ബുദ്ധിശക്തി ആദരിച്ചു. 1819 മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ നേതൃത്വത്തിൽ സിഖ് സാമ്രാജ്യം കാശ്മീർ കീഴടക്കി. 1846 ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാശ്മീർ ജമ്മുവിലെ രാജാവ് ഗുലാബ് സിംഗിന് വിൽപ്പന നടത്തി. അങ്ങനെ ഡോഗ്ര രാജവംശത്തിൻ്റെ കീഴിൽ കാശ്മീർ ഒരു നാട്ടുരാജ്യമായി. ഈ ഭരണം 1947 വരെ തുടർന്നു, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമെന്ന മഹാവിപത്ത് വരെ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സൂര്യൻ അസ്തമിച്ചു. 2 പുതിയ രാഷ്ട്രങ്ങൾ, ഇന്ത്യയും പാകിസ്ഥാനും പിറന്നു. എന്നാൽ ഈ സ്വാതന്ത്ര്യം കാശ്മീരിനൊരു ശാപമായി മാറി. ജമ്മു കാശ്മീർ മഹാരാജ ഹരി സിംഗിൻ്റെ ഭരണത്തിലുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ പ്രദേശം ഹിന്ദു ഭരണാധികാരിയുടെ കീഴിലായിരുന്നു. ഇന്ത്യയോടോ പാകിസ്ഥാനോടോ ചേരണമോ അതോ സ്വതന്ത്രമായി നിൽക്കണമോ എന്ന് ഹരി സിംഗ് ആലോചനയിലായിരുന്നു. പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീർ തങ്ങളുടേതാകണമെന്ന് വാശി പിടിച്ചു. 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഗോത്രവർഗ്ഗക്കാർ ആയുധങ്ങളുമായി കാശ്മീരിലേക്ക് അതിക്രമിച്ചു കയറി. ശ്രീനഗറിൻ്റെ വാതിൽപ്പടിയിൽ അവർ എത്തിയപ്പോൾ ഹരി സിംഗിന് മറ്റ് വഴികളില്ലാതായി. അദ്ദേഹം ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യ കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്സേഷൻ എന്ന കരാറിൽ ഒപ്പുവെച്ചാൽ മാത്രമേ സഹായം നൽകൂ എന്ന് നിബന്ധന വെച്ചു. ഒക്ടോബർ 26 ഹരി സിംഗ് ആ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ സൈന്യം കാശ്മീർ പ്രവേശിച്ചു. ഇതോടെ ആദ്യത്തെ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം 1947-48 കാലഘട്ടത്തിൽ തുടങ്ങി. ഇന്ത്യൻ സൈന്യം ശ്രീനഗർ, ജമ്മു, കാശ്മീർ താഴ്വര എന്നിവ സംരക്ഷിച്ചു. എന്നാൽ പാകിസ്ഥാൻ ഗിൽഗിത്, ബാൾട്ടിസ്ഥാൻ, ആസാദ് കാശ്മീർ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. 1948 യുദ്ധവിരാമം പ്രഖ്യാപിച്ചപ്പോൾ UN-ന്റെ ഇടപെടലിൽ കാശ്മീർ വിഭജിക്കപ്പെട്ടു. ഇന്ത്യയുടെ കൈവശം ജമ്മു കാശ്മീർ താഴ്വര, ലഡാക്ക്, സിയാച്ചിൻ, ഹിമാനി എന്നിവ വന്നു. പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ പാക് അധിനിവേശ കാശ്മീർ, POK എന്നറിയപ്പെടുന്ന ആസാദ് കാശ്മീരും ഗിൽഗിത് ബാൾട്ടിസ്ഥാനും. കാശ്മീർ കഥയിലെ മറ്റൊരു കളിക്കാരൻ കടന്നു വരുന്നത് 1962-ലാണ്. ചൈന. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ചൈന അക്സായ് ചിൻ എന്ന വിശാലമായ പ്രദേശം കൈവശപ്പെടുത്തി. ഈ മേഖല തന്ത്രപ്രധാനമായ ഒരു ഉയർന്ന പീഠഭൂമിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിൻ്റെ കേന്ദ്രബിന്ദു. പാകിസ്ഥാൻ 1963 തങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭാഗം ചൈനയ്ക്ക് കൈമാറി. ഇതോടെ കാശ്മീർ 3ആയി വിഭജിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണത്തിലുള്ള ജമ്മു കാശ്മീർ, പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന ആസാദ് കാശ്മീരും ഗിൽഗിസ് ബാൾട്ടിസ്ഥാനും, ചൈനയുടെ കൈവശമുള്ള അക്സായ് ചിന്നും ട്രാൻസ് കരക്കോറം ട്രാക്റ്റും. ചൈനയുടെ കടന്നുകയറ്റം ഇന്ത്യക്ക് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. അക്സായ് ചിൻ ജനവാസമില്ലാത്ത ഉയർന്ന ഉപയോഗശൂന്യമായ പ്രദേശമാണെങ്കിലും തന്ത്രപ്രധാനമായ റോഡുകൾ നിർമ്മിക്കാൻ ചൈന അവിടെ ഉപയോഗിച്ചു. ഇന്ത്യ മുഴുവൻ കാശ്മീരിൻ്റെയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അക്സായ് ചിൻ ഇന്നും ചൈനയുടെ നിയന്ത്രണത്തിലാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും 1999 കാർഗിൽ യുദ്ധവും കാശ്മീർ തർക്കത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു. എന്നാൽ 1980-കളോടെ കാശ്മീർ താഴ്വരയിൽ പുതിയൊരു പ്രശ്നം ഉടലെടുത്തു: വിഘടനവാദവും ഭീകരതയും. പാകിസ്ഥാൻ ഇന്ത്യൻ ഭരണത്തിനെതിരെ കലാപം ആളിക്കത്തിക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണച്ചു. ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ-ഇ-തൊയ്ബ, ലഷ്കർ-ഇ-മുഹമ്മദ് തുടങ്ങിയ ഗ്രൂപ്പുകൾ കാശ്മീരിൽ സജീവമായി. 1980-90 കാലഘട്ടം കാശ്മീർ താഴ്വരയിലെ ഏറ്റവും ഇരുണ്ട നാളുകളിലൊന്നാണ്. കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വരയിലെ ഹിന്ദു ന്യൂനപക്ഷമായിരുന്നു. ഇവർ വംശീയ ഉന്മൂലനത്തിന് ഇരയായി. ഇന്ത്യക്കെതിരെയുള്ള ജിഹാദ് പ്രഖ്യാപിച്ച തീവ്രവാദികൾ പണ്ഡിറ്റുകളെ ലക്ഷ്യമിട്ടു. ടിക്ക ലാൽ തപ്ലു,
നീലകണ്ഠൽ, ഗഞ്ചു, ലസ കൗൾ തുടങ്ങിയവരെ പ്രമുഖരെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി. ഭയന്നു പറച്ച 3 ലക്ഷത്തോളം കശ്മീരി പണ്ഡിറ്റുകൾ താഴ്വര വിട്ട് ജമ്മുവിലേക്കും ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്യപ്പെട്ടു. 2025 ഏപ്രിൽ കാശ്മീർ താഴ്വരയിലെ പഹൽഗാം സഞ്ചാരികളുടെ സ്വർഗമായ ഈ പ്രദേശം ഒരു ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലേക്ക് വീണു. പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ വിനോദസഞ്ചാരികളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ഈ ആക്രമണം 35 വർഷത്തിനിടെ കാശ്മീർ താഴ്വരയിൽ ആദ്യമായി ഒരു ബന്ദിന് കാരണമായി. ജമ്മു കാശ്മീരിലെ കുപ്വാര മുതൽ ജനങ്ങൾ തെരുവിലിറങ്ങി പാകിസ്ഥാന്റെ നീചമായ പ്രവൃത്തികൾക്കെതിരെ പ്രതിഷേധിച്ചു. പഹൽഗാമിലെ ആക്രമണം ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഇത് കാശ്മീർ തർക്കത്തിന്റെ നീണ്ട നിഴലാണ്. പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കാശ്മീരിൽ ഭീകരത വളർത്തുന്നുവെന്ന് മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് ആരോപിച്ചു. ഒമർ അബ്ദുള്ള, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി, ജനങ്ങളുടെ ഐക്യം എടുത്തു പറഞ്ഞു. 26 വർഷത്തിനിടെ ആദ്യമായാണ് ജനങ്ങളിങ്ങനെ തെരുവിലിറങ്ങുന്നത്. 2019 ഇന്ത്യൻ ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയതോടെ ജമ്മു കാശ്മീർ സംസ്ഥാന പദവി നഷ്ടപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശമായി. ഈ തീരുമാനം BJP സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. 370 അനുച്ഛേദം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു. ഈ റദ്ദാക്കൽ ഇന്ത്യയുടെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കിയെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അതിർത്തി വളർത്തി. കാശ്മീർ താഴ്വരയിലെ സാമൂഹിക അന്തരീക്ഷം ഇപ്പോഴും പിരിമുറുക്കത്തിലാണ്. വിഘടനവാദികൾ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു. മറ്റു ചിലർ പാകിസ്ഥാനോട് ചേരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സാധാരണക്കാരായ കാശ്മീരികൾ സമാധാനവും സുരക്ഷിതത്വവും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. കശ്മീർ എന്നാൽ വേദനയുടെ മാത്രം കഥയല്ല. ഈ മണ്ണിലെ ജനങ്ങൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിച്ചവരാണ്. വിനോദസഞ്ചാരം കാശ്മീരിൻ്റെ ജീവനാഡിയാണ്. സോനാമാർഗ്, തുരങ്കപ്പൂത് പോലെയുള്ള പദ്ധതികൾ ശ്രീനഗറിനും ലഡാക്കിനും ഇടയിലുള്ള എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാകുന്നു. കാശ്മീരിൻ്റെ സംസ്കാരം, രോഗൻ ജോഷിൻ്റെ രുചിയും കാശ്മീരിയൻ ഭാഷയുടെ മാധുര്യവും വിസ്വാൻ വിഭവങ്ങളുടെ ആഘോഷവും എന്നും ലോകത്തെ ആകർഷിക്കുന്നു. കാശ്മീർ ഇന്ത്യയുടെ കിരീടത്തിലെ രത്നമാണ്. അതിൻ്റെ മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും. പക്ഷേ ഈ മണ്ണിൻ്റെ ആത്മാവ് ഒരിക്കലും തോൽക്കില്ല. ഒരു ദിനം കാശ്മീർ വീണ്ടും സ്വർഗമായി തീരും, ശാന്തിയുടെ പറുദീസയായി തീരും, മാറ്റമില്ലാതെ തന്നെ തുടരും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.